ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസേട്ടൻ ഒത്തിരി നിങ്ങൾ തമ്മിൽ ഒത്തിരി കഥാപാത്രങ്ങൾ, നിങ്ങൾ എത്രയോ വർഷങ്ങളായി ഈ മേഖലയിലുണ്ടല്ലേ? ആ മേഖലയിൽ നിങ്ങൾ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴും ഇതിൽ എല്ലാ ആളുകളുമായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയ 2 നടന്മാരാണ്. അത് ദൈവാധീനമാണ്, പ്രേക്ഷകരുടെ ഇഷ്ടമാണ് നിങ്ങൾ ഇപ്പോഴും നിർത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഏറ്റവും അടുപ്പമുണ്ടായ ഒരു സിനിമയുടെ പേര് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും ഇന്ദ്രൻസേട്ടൻ? ഇപ്പം പരിവാർ പറയും. പിന്നിലോട്ട് ഒത്തിരി സിനിമ, ഒരുപാട് സിനിമകളുണ്ട്. ഒരു അനുഭവം പറയാൻ ഞങ്ങൾ അത് പ്രേക്ഷകരെ അധികം കണ്ടിട്ടില്ലെങ്കിലും ജലാംശം എന്ന് പറയുന്ന ചിത്രം MP സുകുമാരൻ സാർ സംവിധാനം ചെയ്ത ചിത്രം ക്ലാസിക് സിനിമയാണ്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതല്ലാതെയുള്ള തമാശയുള്ള സംഭവങ്ങളൊക്കെ, കാതിലൊരു കിന്നാരം ബ്ലൈൻഡായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രം ഇന്ന് എനിക്ക് ഭയങ്കര രസമായിട്ടുള്ള ഇന്ദ്രൻസുമായിട്ടുള്ള സീൻസൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ ഇന്ദ്രൻസിൻ്റെ ഒരു സെക്യൂരിറ്റി ഭയങ്കര രസമാണ്. ഞാനും കാവേരി നായകന്മാരായിട്ട് അഭിനയിച്ച ഗ്രാമപഞ്ചായത്ത്. അതിൽ കാവേരിക്ക് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന എക്സ് മിലിറ്ററി ആയിട്ട് ഒരു മീശയൊക്കെ പിടിപ്പിച്ച് നിൽക്കുന്ന ഇന്ദ്രൻസ്. അങ്ങനെയുള്ള ഞങ്ങളുടെ കോമ്പിനേഷനിൽ ഒരുപാട് നല്ല വേഷങ്ങളുണ്ട്. ഒത്തിരി വേഷങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇന്ദ്രൻസേട്ടൻ ഇപ്പോഴും ജഗദീഷേട്ടനും കൂടെ യാത്ര ചെയ്ത് ഇപ്പോഴും ഈ സിനിമയിൽ എത്തിയിരിക്കുമ്പോൾ ജഗദീഷേട്ടൻ എന്ന വ്യക്തിക്കുണ്ടായ ഒരു മാറ്റങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു സ്വഭാവങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? ഞാനിങ്ങനെ വഴുതി പോകാതിരിക്കാൻ സിനിമ ഇങ്ങനെ അടുത്തത് എന്ന് നോക്കിയിരിപ്പുണ്ട്. അതെന്നെ കൂടുതൽ പ്രേരിപ്പിച്ചത് സാറിനെ ഒന്ന് ആലോചിക്കുമ്പോഴത്തന്നെ. സാറൊരു ചേഞ്ച് കുറച്ചങ്ങനെ ചെയ്യും, കുറച്ചിങ്ങനെ ചെയ്യും, അടങ്ങിയിരിക്കുന്ന പരിപാടിയേ ഇല്ല. അതിനിടയ്ക്ക് ഒരു വിദേശ ഷോയ്ക്ക് പോകണതാണ്, പിന്നെ തിരിച്ചു വന്നതിൽ ചാനലിൽ എന്ത് ചെയ്യണം, പിന്നെ സിനിമയാണ്, പിന്നെ എഴുതുന്നതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് വിശ്രമിക്കാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ മാറി മാറി ചെയ്യണമെന്നുള്ളതുണ്ട്. ഇതാണെങ്കിൽ ഇത് തന്നെ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് പിന്നെ അന്വേഷിച്ചെടുത്തൊന്നും ഇതുവരെ എത്തിയിട്ടുമില്ല. നമ്മൾ ഓരോ സമയത്തും നിൽക്കുന്നു, കുറച്ച് കോമഡി ചെയ്തു, സീരീസ് ചെയ്തു, മാറുന്നു, പുതിയ ആൾക്കാർ വരുന്നു, വലിയ സിനിമകൾ വരുന്നു. അവനേക്ക് ഒപ്പമെങ്കിലും കുറച്ച് തൊട്ടു പിന്നിലെങ്കിലും എത്താൻ പാകത്തിന് ആക്കിയെങ്കിലും എന്നുള്ള ഒരു തയ്യാറെടുപ്പാണ്. നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ കൂടെ ചേരണം. അതുകൊണ്ടാണ് എപ്പോഴും സാറിനെ കുറക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാറെന്നുള്ള വിളിയാണ് എപ്പോഴും. അത് അങ്ങനെ അത് പണ്ടോട്ട് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഏതോ റാവുത്തറുടെ പടത്തിലേക്ക് സാറുണ്ട്. സാർ MG കോളേജിൽ പഠിപ്പിക്കുന്ന സമയം. അപ്പോൾ അതിൻ്റെ എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുള്ളൂ. ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അന്ന് തുടങ്ങിയ വിളി ഇപ്പോഴും സാറെന്നുള്ള വിളി അല്ലേ? അത് ഇന്ദ്രൻസേട്ടൻ കൊണ്ട് മാത്രമേ കഴിവുള്ളൂ. അങ്ങനെയൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ജഗദീഷനെ ചേട്ടാന്ന് വിളിക്കാൻ ഉണ്ടോ? ജഗദീഷന് സാറെന്ന് വിളിക്കുന്ന ഒരു സിനിമാ മേഖലയിൽ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? കുറവാണ്. പക്ഷേ വേറെ ആരുണ്ട്. ഇപ്പം ഞാൻ മീനാരാജ് സാറിനെ സാർ എന്നാണ് വിളിക്കുന്നത്, സാർ എന്നെയും സാർ എന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും അതൊരു ഞാനൊരു അധ്യാപകൻ എന്നുള്ള ഒരു പരിഗണന. പിന്നെ അദ്ദേഹവും ഒരു അധ്യാപകനാണ്. കോളേജിലോ സ്കൂളിൽ പോയി പഠിപ്പിക്കുകയല്ല, ഒരുപാട് പേർക്ക് നാടകം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു സാറാണ്. അപ്പോൾ ആ സാറെന്നുള്ള ഒരു ബഹുമാനം വേണമെങ്കിൽ മീനാരാജ് ചേട്ടാന്ന് വിളിക്കാം, എന്നെ ജഗദീഷ് ചേട്ടാന്ന് തിരിച്ചു വിളിക്കാം, അങ്ങനെ എങ്ങനെയൊക്കെ വിളിക്കാം. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാർ എന്നാണ് വിളിക്കുന്നത്. വെട്ടിയാർ അമ്മ എന്നല്ലേ, അമ്മ എന്ന സ്ഥാനം ചേർത്തല്ലേ നമ്മളെല്ലാം. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ രീതി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.